കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ മുന്നണി മാറ്റമാണ് ഇപ്പോൾ കൊണ്ടുപിടിച്ച ചർച്ച. പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലും ഇത് ചർച്ചയാക്കാൻ ഒരു വിഭാഗം നേതാക്കൾ ശ്രമിക്കുകയാണ്. എല്ലാ തീരുമാനങ്ങളും പാർട്ടി ചെയർമാനെ ഏൽപ്പിക്കുന്ന പതിവ് രീതി സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ എടുപ്പിക്കാനാണ് ഇവരുടെ നീക്കം. ജോസ് കെ മാണിയെ കൊണ്ടുവരാനുള്ള നീക്കം പാളിയാൽ ഉണ്ടാകാവുന്ന നാണക്കേട് ഒഴിവാക്കാനാണ് ഒരു ചർച്ചയുമില്ലെന്ന് UDF നേതാക്കൾ ആവർത്തിക്കുന്നത്. ഇടതുമുന്നണിയിൽ തുടരുമെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കിയെങ്കിലും വരികൾക്കിടയിൽ ചാഞ്ചാട്ടം കാണുന്നവരുണ്ട്. പാർട്ടിക്കുള്ളിൽ മുന്നണി മാറ്റം ആഗ്രഹിക്കുന്ന നേതാക്കൾ ജോസ് കെ മാണിയിൽ വലിയ സമ്മർദ്ദമുണ്ടാക്കുകയാണ്. UDFിലേക്ക് പോകുന്നത് ചർച്ച ചെയ്യാൻ ആലോചിച്ചുറപ്പിച്ചു തന്നെയാണ് നാളത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നേരത്തെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇതിനു മുൻപ് തന്നെ വാർത്തകൾ വന്നു. ജോസ് കെ മാണിക്ക് എല്ലാം നിഷേധിക്കേണ്ടി വന്നു. ഇടതുമുന്നണി വിട്ടാൽ പാർട്ടി പിളരുമെന്ന സ്ഥിതി വന്നു. മന്ത്രി റോഷി അഗസ്റ്റിനെയും റാന്നി MLA പ്രമോദ് നാരായണനെയും മുന്നണി മാറ്റത്തിനൊപ്പം ചേർക്കാൻ കഴിയാത്തതും തടസ്സമായി. എന്നാൽ ഇപ്പോഴും പാർട്ടിയെ UDFിലേക്ക് എത്തിക്കാൻ സാധ്യത കാണുന്ന നേതാക്കൾ കേരള കോൺഗ്രസ് മാണിയിലുണ്ട്. അവർ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യം ഉയർത്താനാണ് ശ്രമിക്കുന്നത്. എല്ലാം പാർട്ടി ചെയർമാന്റെ കൈകളിലേക്ക് എത്തിച്ചാൽ പാർട്ടിയെ വൈകാതെ UDFിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. പക്ഷേ ജോസ് കെ മാണിക്കൊപ്പമുള്ള പലർക്കും ഇത് രാഷ്ട്രീയ മാറ്റത്തിന് പറ്റിയ സമയമാണോ എന്ന ചിന്തയുണ്ട്. തെരഞ്ഞെടുപ്പിന് 2 മാസം മാത്രം ബാക്കി നിൽക്കെ മുന്നണി മാറിയെത്തിയാൽ അത് തിരിച്ചടിയുണ്ടാക്കുമെന്നാണ് ഇവരുടെ പക്ഷം. പാലാ കണ്ട് ജോസ് UDFിലേക്ക് വരേണ്ട എന്ന് മാണി സി കാപ്പനും വ്യക്തമാക്കിയിട്ടുണ്ട്. ജോസഫ് ഗ്രൂപ്പിന്റെ നിലപാടും നിർണായകമാണ്. മധ്യ കേരളത്തിലെ ജോസഫ് ഗ്രൂപ്പിന്റെ സീറ്റുകൾ മാണിക്ക് വിട്ടുകിട്ടുകയും എളുപ്പമായിരിക്കില്ല. രണ്ടാം വിസ്മയമായി ജോസ് കെ മാണിയെ കൊണ്ടുവരാൻ ചരട് വലിച്ചവർക്ക് ഇപ്പോൾ ചെറിയ കൺഫ്യൂഷനുണ്ട്. ഒരു ചർച്ചയുമില്ലെന്ന് പറഞ്ഞ് KPCC അധ്യക്ഷനും UDF കൺവീനറും ഒഴിയുകയാണ്. മുന്നണിയുടെ ശാക്തീകരണത്തിനായി ആർക്കും അവരുടേതായ രൂപത്തിലുള്ള സംഭാവനകൾ ചെയ്യാം. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അതറിയില്ല. കൂടുതൽ സീറ്റ് ജയിക്കാനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. യാതൊരു വിധത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ലെന്ന് ആധികാരികമായി എനിക്ക് പറയാൻ കഴിയും. ജോസ് കെ മാണിക്ക് പിന്നാലെ നടക്കുന്ന UDFിനെ മന്ത്രി VN വാസുവൻ പരിഹസിച്ചു. അവരെ ആരും വിചാരിച്ചാലും രക്ഷപ്പെടുത്താൻ കഴിയില്ല. കാരണം അത് തമ്മിലുള്ള അടിയൊക്കെ തീർന്നിട്ടുണ്ട്. ഇപ്പം അവനവൻ്റെ താടി താങ്ങാൻ മേലാത്തൊരു മറ്റവരുടെ അങ്ങാടി എങ്ങനെ താങ്ങും? ന്യായമായൊരു ചോദ്യമല്ലേ. അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ഐക്യം ഉണ്ടാക്കട്ടെ ആദ്യം, എന്നിട്ട് മുന്നണി കാര്യങ്ങൾ പുതിയ ആളിനെ തേടി പിടിക്കാൻ നടക്കും. എന്തായാലും നാളത്തെ കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി തുടരുമെന്ന തീരുമാനത്തിലെത്തിയാൽ മാത്രമേ കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം പൂർണ്ണമായും അവസാനിച്ചുവെന്ന് പറയാൻ കഴിയൂ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.